രേണുവിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോൾ ഭൂരിഭാഗം പ്രേക്ഷകരും ചോദിക്കുന്നത്. രേണുവിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്തായി എന്ന് പലരും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് രേണുസുതി. വളരെയധികം വിഷമമുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുത്ത ഒരു വാർത്തയായി അത് മാറുകയും ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രേണുവിനെ കാണാനില്ലായിരുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. എന്നാൽ ആ കാണാനില്ലായിരുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ചെറിയ സൂചനയുണ്ടായിരുന്നു. രേണു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ICUലായിരുന്നു എന്നും രണ്ടാമത്തെ കീമോതെറാപ്പി കഴിഞ്ഞതോടെ തന്നെ ആകെ അവശനിലയിലായി എന്നുമാണ് രേണു പറയുന്നത്. ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ടും കട്ടിലിൽ ചുരുണ്ട് കിടക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടുമാണ് രേണുവിൻ്റെ അവസ്ഥ വിവരിച്ചത്. രേണുവിൻ്റെ അവസ്ഥ വളരെയധികം വിഷമമുള്ളതാണ് എന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നതിലൂടെ എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുകയാണ്. പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി മനസ്സിലാകുന്നുണ്ട് രേണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നിപ്പോഴും അവർക്ക് നിശ്ചയമില്ല. രേണുവിൻ്റെ അവസ്ഥയിൽ വളരെയധികം തന്നെ വിഷമമുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തന്നെ ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. രേണുവിൻ്റെ അവസ്ഥ വളരെയധികം സങ്കടകരമാണ് എന്നുകൂടി മനസ്സിലാക്കുന്നു. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആദ്യ കീമോയേക്കാളും അസ്വസ്ഥതയാണ് ശരിക്കും പറഞ്ഞാൽ 5 ദിവസം ICUയിൽ കിടന്നപ്പോൾ അനുഭവിച്ചത്. 2 ദിവസമായി കാണാനില്ലാത്തതിൻ്റെ കാരണം ഇതാണ്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അപ്ഡേറ്റുകൾ ചോദിച്ചുകൊണ്ട് പലരും എത്തുന്നുണ്ട്. അപ്ഡേറ്റുകൾ പറയാനായി ഒന്നുമില്ല, അതാണ് ഏറ്റവും വലിയ സത്യം. ആ 5 ദിവസമായി ഹോസ്പിറ്റൽ ICUലായിരുന്നു. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ അവരുടെ പ്രാർത്ഥന കൊണ്ട് ഞാനിപ്പോൾ ഡിസ്ചാർജായി. 2ാമത്തെ കീമോയാണ് കഴിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കീമോയേക്കാളും ശരീരത്തിന് ഭയങ്കര അസ്വസ്ഥതയും വേദനയും ക്ഷീണവും ഛർദിയുമൊക്കെ ആയിരുന്നു. എനിക്ക് വേണ്ടി ഒരുപാട് പേർ പ്രാർത്ഥിക്കുന്നുണ്ടെന്നും നേർച്ച കഴിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. അവരോടൊക്കെ തന്നെ ഏത് രീതിയിലാണ് നന്ദി പറയേണ്ടത് എന്നെനിക്കറിയില്ല. ഇനിയിപ്പോൾ എനിക്ക് 4 കീമോ കൂടിയുണ്ട്. 4 കീമോ കഴിഞ്ഞ് ഞാൻ മടങ്ങി വരും. അതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളോടൊപ്പം തന്നെ വേണം. അതുപോലെ 4 കീമോ കഴിഞ്ഞ് ഓപ്പറേഷൻ ഉണ്ട്. എല്ലാവരോടും നന്ദിയും പറയുന്നുണ്ട്. ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇതേപോലെ എനിക്ക് ആത്മവിശ്വാസം തരണം. ഞാനിവിടെ കിടന്നുകൊണ്ട് ആലോചിച്ചിരുന്നു, മാരക അസുഖമൊന്നും വരരുതേ എന്ന്. കുഞ്ഞിലെ മുതലേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ടും ഇങ്ങനെ വന്നല്ലോ എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. ഇപ്പോൾ ദൈവം എനിക്ക് മറുപടി തന്നു. ഇങ്ങനൊരു അസുഖം വന്നതുകൊണ്ട് നാളെ നിനക്ക് പറയാൻ പറ്റും അസുഖത്തിൽ നിന്ന് ദൈവം പിടിച്ചു വെച്ചു എന്നത്. അങ്ങനെ ഒരുപാട് സഹായിച്ചു എന്നത്. ഒരുപാട് പേരുടെ സ്നേഹവും പ്രാർത്ഥനയും സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ചില സമയം എനിക്ക് തോന്നുമായിരുന്നു എന്നോട് ആർക്കും ഇഷ്ടമല്ല എന്ന്. അതൊക്കെ തിരുത്തിക്കുറിച്ച് സമയമായിരുന്നു ഇത് എന്നുകൂടി കൂട്ടിച്ചേർക്കാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.